തില്ലമ്മ എന്തോ എന്തോ എടുക്കുക? മമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കണം. എന്തോ ചക്ക വെച്ചിട്ടാണ് ഡിഷ്. എന്തോ പേര്? പേരെന്താന്ന് ചോദിക്കുന്നത്, പേരെന്തോ സത്യം എനിക്ക് അറിയത്തില്ല. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ തന്നെ ഒരു പേരിടുക. ചക്ക വെച്ചിട്ടൊരു സാധനമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷെ നിങ്ങളാരും കഴിച്ചിട്ടില്ലാത്ത ഒരു സാധനം കൂടിയാണ്. മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. എങ്ങനെയാ ഉണ്ടാക്കുന്നത്? എങ്ങനെയാ ഉണ്ടാക്കുന്നത്? ആദ്യം വലിയ കാര്യങ്ങളൊന്നുമില്ല. ഫസ്റ്റ് നമ്മൾ മൈദ എടുക്കുക. നോക്കിക്കോ, ആവശ്യത്തിന് മൈദ. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നല്ല കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മളെ ടേസ്റ്റ് മീൻസ് മധുരത്തിന് വേണ്ടിയിട്ട് മധുരം. എങ്ങനെയുണ്ട്? മധുരത്തിന് വേണ്ടിയിട്ട് മധുരം. അപ്പം ഇത്ര സംഭവങ്ങളേ ഉള്ളൂ ഇതിനകത്ത്. വലിയ കുറേ ഉണ്ട്. സിമ്പിളായിട്ടൊന്ന് ഉണ്ടാക്കുക. അപ്പം എൻ്റെ അസിസ്റ്റൻ്റ് എത്തിച്ചില്ലോട്ടാണ്. പിന്നല്ല, ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഓക്കെ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ അറിയാം അല്ലേ തില്ലിന്? എന്നിട്ടാണ് തലയിലെന്തോ ചൈനക്കാരിയായ എത്ര പെട്ടെന്ന്. ജില്ലൂട്ടൻ വന്ന വളിപ്പടിക്കാൻ വേണ്ടിയിട്ട്. പൊക്കോ, എനിക്ക് അസിസ്റ്റന്റിന്റെ ആവശ്യമില്ല. ഉണ്ടാക്കാം. വിത്തിൻ 5-10 മിനിറ്റ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മൈദമാവിൽ മാത്രമല്ല ഗോതമ്പ് മാവിലും ഉണ്ടാക്കാം. പക്ഷെ ഞാനിവിടെ മൈദമാവ് യൂസ് ചെയ്തേ ഉള്ളൂ. ഇനി നമുക്ക് അടുപ്പിലോട്ട് എണ്ണ ഇട്ടിട്ട് അടുപ്പിലോട്ട് എണ്ണ ഇടാനോ? അടുപ്പിലോട്ടില്ല, പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ച് ഇത് നമുക്ക് ഇതിനകത്ത് മുക്കി അതിനകത്തോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് പഴംപൊരി ഉണ്ടാക്കുന്ന ഇങ്ങനെയല്ലേ? പഴംപൊരിയുടെ സെയിം മെത്തേഡ് തന്നെയാണിത്. പിന്നല്ല, അതിനെ ചക്കയാക്കിയല്ലേ ഇതിലമ്മ? ചക്കപ്പൊരി. ഓക്കെ. അപ്പം നമ്മൾ നമ്മുടെ കൊച്ചിന് നമ്മുടെ ഫുഡിന് പേരിട്ടിരിക്കുകയാണ്. കൊച്ചിന് പേരിട്ടോ? നമ്മളിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് തേങ്ങ ചക്ക എടുക്കുക, ഇതിനകത്ത് മുക്ക, ഇതിനകത്ത് ഇടുക. ഇത് വെച്ച് കോരി വെള്ളത്തിട്ട് ഒഴിക്കുക. ലെറ്റ്സ് ഗോ. ചക്ക ഇപ്പൊ തേങ്ങയായി. എന്തോ ചൂടായോ നോക്കുവാണോ? തില്ലമ്മ എപ്പോഴും കൈയിട്ടല്ലേ നോക്കാറ്. ചൂടായി. മതിയോ? അത് മുങ്ങിയില്ല. അങ്ങനെ നമ്മൾ ഉപ്പിലെടുത്താൽ കഴിച്ചാല എൻ്റെ കൈ ഇതിനകത്ത് മുങ്ങിയോന്നൊരു ഡൗട്ട്. അങ്ങനെ നമ്മുടെ ചക്കപ്പൊരി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ജില്ലൂട്ടിന് ചക്കയൊന്നും ഇഷ്ടമല്ലാത്ത എന്തായാലും കഴിച്ചോളൂ. ജില്ലൂടൻ ചക്ക കഴിക്കാത്തയാണല്ലേ? എങ്ങനെയുണ്ട്? ചക്കയുടെ ടേസ്റ്റ് ഒന്നും വരത്തില്ല. പഴംപൊരിയുടെ ടേസ്റ്റ് ആണെങ്കിൽ പഴംപൊരിയുടെ ടേസ്റ്റ് ആണല്ലേ? പക്ഷേ ഇത് ചക്കയാ. ചക്കയാണോ? കഴിക്കുന്നു.
അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇവിടെ കുട്ടി വ്ലോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.